കേക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊളി സാധനം. അതായത് നമ്മൾ ഇന്നൊരു കൊഴുവാപ്പേരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് വേറെ സിമ്പിൾ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാം. ഞാൻ അതിനായിട്ട് 1 കിലോ കൊഴുവ മേടിച്ച് ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിന് നമ്മളൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഹോട്ടലായാലും സവാള യൂസ് ചെയ്യണം. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം കുടംപുളി, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഉപ്പും, ഇത്രയും സാധനങ്ങൾ. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് നമ്മൾ ഈ ഒരു മുറി തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട്. അരയെടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ ഉപ്പിടുന്നുണ്ട്. നമ്മൾ ഈ സവാള അരിഞ്ഞത് അത് ആഡ് ചെയ്ത് കൊടുത്ത്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മീൻപീര പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കൊഴുവയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് നല്ലോണം മിക്സാക്കാം. അതിൻ്റെ കൈ കൊണ്ടാണ് ശരിയാക്കുന്നത്. കൈ കൊണ്ട് ശരിയാക്കിയിട്ടൊന്നും ശരിക്കൊന്ന് മിക്സാകണം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടി നല്ലോണം ഞാൻ തിരുമ്മി ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഈ അരപ്പും ചതയാനേ പാടുള്ളൂ. അധികം അരഞ്ഞു പോകരുത്. നമുക്കിതും കൂടി അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കൊഴുവ ഫ്രഷാക്കി വെച്ചേക്കുന്ന കൊഴുവ നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ടിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കൊഴുവയും ചെറിയ ചാളയൊക്കെ ഇഷ്ടംമാരെയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് ക്ലീനാക്കണ താമസം മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇത് നല്ലോണം ഒന്ന് തിരിഞ്ഞ് കൂട്ടി നമുക്കിതിനകത്ത് ഈ പുളിയുടെ വെള്ളം, അധികം വെള്ളം ഒഴിക്കുന്നില്ല. ഈ പുളി വെള്ളം മാത്രം. ഒരു കഷ്ണം പുളി ഞാൻ 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം കൈ കൊണ്ട് നല്ലോണം തിരുമ്മി മിക്സാക്കി എടുക്കണം. എന്നാലേ ആ ഒരു ഉപ്പും പുളിയും ഗ്രേവിയൊക്കെ നല്ലോണം പിടിക്കും. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെല്ലൊന്ന് അടിച്ചേക്കണേ മക്കളെ. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഇനി ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇതിനി ചെറിയ തീയിലൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ഇതായിട്ടുണ്ട് കൊഴുവാപ്പീര. നമുക്ക് എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ പുഴയിലെ ചെറിയ കൊഴുവയാണെങ്കിൽ ഇതിനേലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ കടലില കൊഴുവ. നമ്മുടെ കൊഴുവ റെഡിയായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. നമുക്കിതിനകത്തായിട്ട് ഈ കറിവേപ്പില ഇതിൻ്റെ പുറമെ നല്ലോണം ഒന്ന് വെതറിയിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒന്നങ്ങോട്ട് നല്ലോണം ഒന്ന് പുറമെ ഒന്ന് ചിച്ചങ്ങോട്ട് ഒഴിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള വളരെ രസകരമായി നല്ല രുചിയുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കൊഴുവാപ്പീര ഇവിടെ റെഡിയായി. നമുക്ക് മറ്റൊരു ദിവസം ഉഷാർ വീഡിയോയുമായി കാണാം. ബൈ ബൈ. കൊഴുവാപ്പീര ഇവിടെ റെഡിയായി. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ഉഷാർ വീഡിയോയുമായി കാണാം. താങ്ക് യു.